വിജയചിത്രം ജനനായകൻ ചിത്രത്തിന്റെ റിലീസ് വെള്ളിയാഴ്ച ഉണ്ടാകില്ല. റിലീസ് മാറ്റിവെച്ചതായി KVN പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി അറിയിച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി. കുത്ത് ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് തീരുമാനം. സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ KVN പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വാദം കേട്ട കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് റിലീസ് മാറ്റിക്കൊണ്ടുള്ള നിർമ്മാതാക്കളുടെ നടപടി. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ സെൻസർ ബോർഡ് തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് അന്യായമായി സെൻസർ ബോർഡ് അനുമതി വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ചിത്രത്തിനെതിരായി ലഭിച്ച ഇമെയിൽ പരാതിയുടെ പകർപ്പ് സെൻസർ ബോർഡിനുവേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AR.L. സുന്ദരേശൻ കോടതിയിൽ സമർപ്പിച്ചു. ചിത്രം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് വിടുന്ന കാര്യം എന്തുകൊണ്ട് നിർമ്മാതാക്കളെ അറിയിച്ചില്ലെന്ന് കോടതി ചോദിച്ചു. വിവരം നിർമ്മാതാക്കളെയും പ്രാദേശിക സെൻസർ ബോർഡ് ഓഫീസിലും അറിയിച്ചിരുന്നതായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു. ഡിസംബർ 18-ന് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ചു. 2026-ൽ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും അതിനാൽ ഉടൻ തീർപ്പാക്കണമെന്നും ആവശ്യപ്പെടാൻ അവർക്ക് കഴിയില്ല, ASG വാദിച്ചു. ചിത്രത്തിന്റെ റിലീസ് വൈകുന്നതിൽ അധികാരികൾക്ക് ദുരുദ്ദേശമൊന്നുമില്ലെന്നും സെൻസർ ബോർഡ് വാദത്തിനിടെ അറിയിച്ചു. സെൻസർ ബോർഡ് അംഗത്തിന് തന്നെ എങ്ങനെയാണ് പരാതിക്കാരനാകാൻ കഴിയുകയെന്ന് നിർമ്മാതാക്കൾക്കുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സതീഷ് പരാശരൻ ചോദിച്ചു. നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയില്ലെന്ന് ബോർഡിന് വാദമില്ല. പുതിയ പരാതി ലഭിച്ചുവെന്ന് മാത്രമാണ് വാദമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരം ബോർഡ് അധ്യക്ഷനുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചു. ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയാൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് അറിയിച്ച ചെയർപേഴ്സണ് പിന്നീട് എങ്ങനെയാണ് ചിത്രം റിവ്യൂവിന് വിടാൻ കഴിയുകയെന്ന് കോടതി ചോദിച്ചു.